തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് യാതൊരു പ്രതീക്ഷയില്ലാത്തൊരു സർവേ റിപ്പോർട്ടാണ്. 0 കിട്ടുമെന്നാണ് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇത്രമാത്രം LDFനെ വെറുക്കാനുണ്ടായ ഒരു കാരണം എന്തായിരിക്കും? തിരഞ്ഞെടുപ്പ് എന്ന ജനങ്ങളുടെ ഒരു ഉത്സവമാണ്. നമുക്കത് അതിൻ്റെ ഒരു ഹരവും അതേപോലെ തന്നെ അതിൻ്റെ ആവേശം എന്നൊക്കെ പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ, അതായത് ഇന്നു മുതൽ അങ്ങനെ അതിശക്തമായിട്ട് ആരംഭിക്കും എന്ന് നമുക്ക് കരുതാവുന്നതാണ്. കാരണം അതൊരു മത്സരമാണ്. ആ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സർവേകൾ പലപ്പോഴും ഓരോരോ സമയത്തുണ്ടാകുന്ന മൂഡിനനുസരിച്ചിട്ട്, എന്നുവെച്ചാൽ ജനങ്ങളുടെ ഒരു പ്രത്യേക അഭിപ്രായം രൂപപ്പെടുന്ന ഘട്ടത്തിൽ അവരിൽ നിന്നെടുക്കുന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് ഈ സർവേ ഫലം എന്ന് പറയും. സ്വാഭാവികമായിട്ട് അത് പൊതുവെയുള്ള ഒരു ട്രെൻഡ് അവതരിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ LDFന് ഒരു സീറ്റും കിട്ടില്ല എന്ന് പറഞ്ഞാൽ LDF അത്രമാത്രം ആൻറ്റി ഇൻകംബറൻസി നേരിടുന്നു എന്നാണ്. എന്നുവെച്ചാൽ ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നേരിടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പിണറായി വിജയൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് LDFനെ രണ്ടാമതും അധികാരത്തിൽ കൊണ്ടുവന്ന നേതാവ് എന്ന നിലക്ക് അന്ന് ഒരുപാട് പ്രശംസിക്കപ്പെട്ട നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത് പലപ്പോഴും ഇടതുപക്ഷത്തിന് തന്നെ അസ്വീകാര്യമായി തീരുകയും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ അതിനെതിരായിട്ട് സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? അവരുടെ ഒരു ഗുഡ് വിൽ എന്ന് പറയുന്നത് തുടർഭരണം എന്നേക്കും ഇല്ലാതാവുന്നതിലുള്ള അതതിൻ്റെ ഗുഡ് വിൽ തകരും. ആ ഗുഡ് വിൽ തകരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നേരത്തെ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ശക്തിപ്പെടും. അത് ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള നമ്മൾ കണക്കാക്കണം. 2 രീതിയിലാണ് അത് ശക്തിപ്പെടുന്നത്. ഒന്ന്, അവരുടെ ഇത്തരത്തിലുള്ള ദാർഢ്യം നിറഞ്ഞായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടുള്ള വിരുദ്ധമായിട്ടുള്ള വികാരം. 2, ഒരു ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് തന്നെ വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് സ്വീകാര്യമായി തീർന്നത് എപ്പോഴായിരുന്നു? ജനങ്ങൾ വലിയ കെടുതിയിലായിരുന്ന 2 ഘട്ടങ്ങളുണ്ടായിരുന്നു. ഒന്ന് കോവിഡ് വന്ന സമയത്തും പ്രളയം വന്ന സമയം. ആ സമയത്ത് അവരെ സഹായിക്കുന്ന തരത്തിൽ വളരെ ശക്തമായിട്ട് ധീരമായി പ്രവർത്തിച്ച്, അതേപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ എല്ലാ വകുപ്പുകളെയും കൃത്യമായിട്ട് ഏകോപിപ്പിച്ച് അതിനെ മുഴുവനും ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഭരണ സംവിധാനം കണ്ട ജനതയാണ്. അവർക്ക് അതിൻ്റെ ഒരു താല്പര്യത്തിലും അതിൻ്റെ ഒരു ഇഷ്ടത്തിലൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത് രണ്ടാമത് തിരഞ്ഞെടുത്തത്. പക്ഷേ ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് എത്രയോ മാസങ്ങളായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ജീവന മാർഗമാണ്, അതിജീവനത്തിൻ്റെ ഒരു അത്താണി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ. അപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അത് മുടങ്ങാൻ പാടില്ല. നേരത്തെ ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്ത് 6-7 മാസമൊക്കെ മുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ മുടങ്ങുന്നത് ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് 7 മാസം മുടങ്ങാമെങ്കിൽ ഞങ്ങൾക്ക് 4 മാസം 5 മാസം മുടങ്ങിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇവരുടെയും അഭിപ്രായം എന്ത് ചെയ്യാണ്? ജനങ്ങളുടെ തകരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജനവിരുദ്ധമായിട്ടത് മാറും. ജനവിരുദ്ധമായിട്ട് മാറിക്കഴിയുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച ഈ ആൻറ്റി ഇൻകംബറൻസി എന്ന് പറയുന്നത് ശക്തമായി വരുന്നത്. ആ ശക്തമായി നിൽക്കുന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സർവേയാണ് പറഞ്ഞാൽ ഇവർക്ക് വട്ടപ്പൂജ്യമായിരിക്കും അല്ലെങ്കിൽ ആനമുട്ടായിരിക്കും എന്ന് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമായിരിക്കും. അതിനെ ഇപ്പോൾ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലാണ് ഉയർന്നു വരിക. ഇപ്പോൾ അതിശക്തമായിട്ട് കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവും എന്ന് കരുതപ്പെട്ട ഒരു സമയത്താണ് രാജീവ് ഗാന്ധി വധമുണ്ടാകും. രാജീവ് ഗാന്ധി പൊട്ടിത്തെറിച്ചു പോയി ബോംബ് വെച്ച്. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് എന്ത് ചെയ്യണം? അധികാരത്തിൽ തിരിച്ചുവരികയാണ് ചെയ്യുന്നത്. ആ മൂഡാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഭവിക്കുന്ന പല കാര്യങ്ങളും ഇനിയും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാം. അങ്ങനെ സ്വാധീനിച്ചാൽ ഈ 0 എന്ന് പറയുന്നത് മാറാം, സർവേയിൽ തന്നെ മാറാവുന്നതാണ്. 2019 1 സീറ്റാണ് ഇവർക്ക് കിട്ടിയത്, ബാക്കിയൊന്നും കിട്ടിയില്ല. തുടർഭരണത്തിന് ശേഷം നമ്മൾ കണ്ടത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശിവശങ്കരൻ അറസ്റ്റിലാവുന്നു തുടർന്ന കാര്യങ്ങളാണ്. പിന്നീട് ഇങ്ങോട്ട് നിരവധി വിഷയങ്ങൾ, ഇപ്പോൾ ഒടുവിൽ മാസപ്പടി വിവാദത്തിൽ വരെ എത്തി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ അവരുടെ LDFൻ്റെ CPMൻ്റെ യഥാർത്ഥ പ്രത്യയശാസ്ത്ര നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതാണോ അവർക്ക് സംഭവിച്ച കുഴപ്പം? ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ എന്ന നിലക്കാണ് ഈ സർക്കാരിനെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും പലപ്പോഴും വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ പോലും ഈ സർക്കാരിനെതിരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്.
അങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ഇടവരുത്തുന്ന പ്രവർത്തനങ്ങളിലൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഇടപെടാൻ പാടില്ലാത്തതാണ്. ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഏതൊക്കെയാണ് അത്ര പ്രവർത്തനങ്ങൾ? ഏതൊക്കെയാണ് ആ പ്രവർത്തനങ്ങൾ? ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. എന്താണ്? അവതാരങ്ങളെ തൻ്റെ ഓഫീസിൽ നിന്ന് അകറ്റി നിർത്തുന്ന. എന്നിട്ട് എന്താ സംഭവിച്ച അവസാനം സ്വപ്നം എന്ന് പറയുന്നതായിട്ടുള്ള അവതാരം അദ്ദേഹത്തെ നശിപ്പിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ആണോ അന്ന് വളരെ പ്രിക്കോഷണറി ആയിട്ട് എടുത്തിട്ടുള്ളത്, അതൊന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കപ്പെടാനായിട്ട് കഴിഞ്ഞില്ല എന്ന്. ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ആ ജീവിതങ്ങളെ മുഴുവനും ഉണർത്താനോ ആ ജീവിതങ്ങളെ അതിജീവിപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് പരിശോധിക്കുമ്പോഴാണ് ആ ഗവൺമെൻറ് ഫലപ്രദമായി പ്രവർത്തിച്ചോ ഇല്ലെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഓരോ ഫയലും ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അത് ഗവൺമെൻറ്റിന് വിരുദ്ധമായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പമാണ് SFI എന്ന് പറയുന്നതായിട്ടുള്ള സംഘടന നിരന്തരമായിട്ട് CPM എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിക്ക് തന്നെ കോടാലിയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തെമ്മാടികളും ഗുണ്ടകളും ഒക്കെയാണ് ക്യാമ്പസിൽ നിന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളും എന്തിനെ ഇപ്പോൾ KSRTC അവർക്ക് പെൻഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. കൃത്യമായിട്ട് സപ്ലൈകോയിൽ നേരത്തെ സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നതായിട്ടുള്ള സബ്സിഡി ഐറ്റംസ് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. ഓരോ മേഖലയിലും പരിശോധിക്കുന്ന സമയത്ത് അവസാനം ശമ്പളം പോലും മുടങ്ങിയ സ്ഥിതി വന്നു. ഇതെല്ലാം വരുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ അഭിപ്രായത്തിൻ്റെ കല്ലും അടർന്നു വീഴും. അങ്ങനെ അടർന്ന് വീണാണ് ആൻറ്റി ഇൻകംബറൻസി എന്ന് പറയുന്നത്, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായിട്ട് വരുന്നു. ആ ശക്തമായിട്ട് വരുന്ന കാറ്റ് അഞ്ഞടിച്ചാണ് പലപ്പോഴും പല ഗവൺമെൻറ്റുകളും കടപുഴകി വീഴുന്നതെന്ന് ആരും മനസ്സിലാക്കുക. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കേണ്ടതാണ്. ശരിക്കും കേരളത്തിലെ ഒരു ഇക്വേഷൻ വെച്ച് പരിശോധിച്ചതിനിടയിൽ ത്രികോണ മത്സരം നടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 10 സീറ്റോളം LDFന് കിട്ടേണ്ടതാണ്. അതവർ അർഹപ്പെട്ടാണ് ശരിക്കും പറഞ്ഞതിന്. 8, 9, 10, 12 സീറ്റ് വരെയൊക്കെ വേണമെങ്കിൽ വരാം. അത് ഈ ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ട് നിൽക്കുമ്പോൾ അതൊക്കെ അടിഞ്ഞു പോകും. അങ്ങനെ അടിഞ്ഞു പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ 0 എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് സർവേക്കാർ തന്നെ എത്തിച്ചേരുന്നത്. സർവേ നമുക്ക് കാത്തിരിക്കാം ഇനി കുറേ കഴിയുമ്പോൾ ഇതിനൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം. BJPക്ക് 2 സീറ്റ് പറയുന്നുണ്ട് സർവേയിൽ. 2 സീറ്റ് അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അല്ല, സർവേ എന്ന് പറയുന്നത് ഈ പറയുന്ന ജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പൊളിറ്റിക്കൽ അനാലിസിസിന് ഇരിക്കുമ്പോൾ അത് മാത്രം വെച്ചിട്ടല്ല നമ്മൾ അനാലിസിസ് നടത്തും. നമ്മൾ അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി പരിശോധിക്കും. അങ്ങനെ പ്രീവിയസ് ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കാനായിട്ടുള്ള BJPയുടെ സാധ്യത എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് അത്ര മെച്ചമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. 3 നിയോജക മണ്ഡലങ്ങളിൽ, പാർലമെൻറ്റ് നിയമമണ്ഡലങ്ങളിൽ ഒരു പരിധിവരെ മത്സരശേഷി വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ BJP കാണിച്ചിട്ടുണ്ട്. അതൊന്ന് തിരുവനന്തപുരമാണ്, മറ്റൊന്ന് തൃശ്ശൂരാണ്, മറ്റൊന്ന് പത്തനംതിട്ടയാണ്. ഈ 3 സ്ഥലത്തും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഈ കെമിസ്ട്രിയിലേക്ക് എനർജി ബാരിയർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു രാസപ്രവർത്തനം നടക്കണമെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള എനർജിക്ക് മുകളിലേക്ക് എനർജി വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അത് നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എനർജി ബാരിയർ. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു എനർജി ബാരിയറുണ്ട്. ആ എനർജി ബാരിയർ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സീറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറേയധികം സീറ്റുകളിലേക്ക് മാറാം. പക്ഷേ അത് ഓവർകം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ BJPയുടെ സ്ഥിതി എന്തായിരിക്കും? 0 തന്നെ നിൽക്കാനാണ് സാധ്യതയുള്ളത്. പക്ഷേ ഈ 3 മണ്ഡലങ്ങളിലാണ് മത്സര സാധ്യത അവർ ഉയർത്തുന്നത്. അവിടെ ജയിക്കാനായിട്ട് ഇപ്പോൾ നമുക്കതിൽ പത്തനംതിട്ടയിൽ എനിക്ക് ഒരു പ്രതീക്ഷയും കാണുന്നില്ല. അനിൽ ആൻ്റണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടിച്ചു കയറി വോട്ട് വാങ്ങി ജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അല്ല ശരിക്കും. അത്തരത്തിലുള്ള ഒരു വൈബ്രൻസി കാണിക്കുന്നത് സുരേഷ് ഗോപി മാത്രമാണ്. തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ പോലും അങ്ങനത്തെ വൈബ്രൻസി കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരവധി വർഷങ്ങളായി അവിടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. അതെ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സാധാരണ രീതിയിൽ കാണുന്ന സാധ്യതകൾക്ക് അപ്പുറമായിട്ടുള്ള ചില സാധ്യതകളുണ്ട് ശരിക്കും പറഞ്ഞ്. ചന്ദ്രശേഖറിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ശശി തരൂരുമായിട്ട് മത്സരിക്കാൻ പറ്റുന്ന ഒരു ലെവൽ ഉണ്ട്. ഉയർന്ന വോട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രത്യേക ലെവലിന് മുകളിലുള്ളതായിട്ടുള്ള വോട്ടേഴ്സ് ഉണ്ട്. ആ വോട്ടേഴ്സിനെ സ്വാധീനിക്കാനായിട്ട് രണ്ടുപേർക്കും ഏതാണ്ട് ഒരേപോലെ കഴിയും എന്നുള്ളതാണ്. ആ വോട്ട് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന സാധ്യത ഉണ്ടെങ്കിൽ മാത്രമാണ്
തരൂരിനെ മറികടക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ട് ചന്ദ്രശേഖരന് അല്ലെങ്കിൽ ചന്ദ്രശേഖരനിൽ സാധ്യതകളില്ല എന്ന് തന്നെയാണ് എനിക്ക് കരുതുന്നത്. സുരേഷ് ഗോപി വേറൊരു തലത്തിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് വേണമെങ്കിൽ ഇത് ആകാം എന്ന് മുരളീധരൻ വന്നത് അദ്ദേഹത്തിന് കൂടുതൽ പ്രശ്നത്തിലാക്കും അദ്ദേഹത്തെ. ആ മുരളീധരൻ വരുമ്പോൾ മുരളീധരൻ കോൺഗ്രസിൻ്റെ വോട്ട് ബാഗ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ 3 സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ നല്ല നന്നായിട്ട് പരിചയമുള്ളവരാണ് ആ മണ്ഡലത്തിൽ. സുനിൽകുമാർ ആയിക്കഴിഞ്ഞാലും മുരളീധരൻ ആയിക്കഴിഞ്ഞാലും നേരത്തെ മുരളീധരനോട് മത്സരിച്ചിട്ടുള്ളതാണ്. പിന്നെ മുരളീധരൻ്റെ അച്ഛൻ്റെ ഒരു മണ്ഡലമാണ് ശരിക്കും തൃശ്ശൂർ. അങ്ങനെ പലതരത്തിലും മുരളിക്ക് സ്വാധീനമുള്ള അടുപ്പമുള്ള ഒരു പാർലമെൻറ്റ് നിയമമണ്ഡലമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അതല്ല മുരളീധരൻ്റെയും അതുപോലെ സുരേഷ് ഗോപിയുടെയും സുനിൽകുമാറിൻ്റെയും പ്രത്യേകത. ഇവർക്ക് നേരിട്ട് വോട്ടേഴ്സുമായിട്ട് സംവദിക്കാൻ ശേഷിയുള്ളവരാണ്. 3 പേരും അങ്ങനെയുള്ളവരാണ്. അപ്പോൾ 3 പേരും അങ്ങനെ വരുന്ന സമയത്ത് ഓരോരുത്തരുടെ സാധ്യതയെ അതിൻ്റെ പിനക്കളിലെത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിനക്കളിലെത്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് സുരേഷ് ഗോപിയെ ജയിക്കാനായിട്ട്. കാരണം നേരത്തെ നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് അത് മറികടക്കണമെങ്കിൽ അവിടുത്തെ എനർജി ബാരിയർ കുറച്ച് ഉയർന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. പക്ഷേ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ടേഴ്സൊക്കെ ഇനി തിരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന നാളുകളിൽ കയറി വരികയും അതിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തുന്ന അനാലിസിസിൽ മാറ്റങ്ങൾ വരാം. BJPക്ക് 2 ലഭിക്കുന്നു പറഞ്ഞ് ഈ പ്രവചന സർവേ പലരും ചിരിച്ചു തള്ളുകയാണ് പലരും ചെയ്യുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് കണ്ണൂരിൽ ഒരു പൊതുയോഗത്തിൽ സുരേഷ് ഗോപി പ്രസംഗിക്കുകയുണ്ടായി. അതായത് തോറ്റാരും കുഴപ്പമില്ല, നിങ്ങളുടെയൊക്കെ അടിവേരിളക്കുകയാണ് ലക്ഷ്യം എന്നാണ്. അതിന് യഥാർത്ഥത്തിൽ BJP അടിവേരിളക്കിക്കൊണ്ടിരിക്കല്ലേ ചെയ്യുന്നത്? ശരിക്കും വിജയിക്കുന്നില്ല. BJPക്കുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ BJP കേന്ദ്ര ഭരണത്തിൽ ആണ്. അടുത്ത വർഷവും കേന്ദ്ര ഭരണത്തിൽ BJP തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് പൊതുവെ നമ്മുടെ ഇലക്ട്രോലൈറ്റ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJP എന്ന് പറയുന്നത് ഇന്ത്യയിലെ അധികാര പാർട്ടി. ആ അധികാര പാർട്ടിക്ക് ഉള്ള വലിയൊരു സ്വാധീനമുണ്ട്. ആ സ്വാധീനമാണ് സുരേഷ് ഗോപിയിലൂടെയും മോദിയിലൂടെയും ഒക്കെ നമ്മൾ തൃശ്ശൂരിലും അതേപോലെ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും, എതിരാളികളുടെ അടിവേരിൽ ഇളക്കമുണ്ടാക്കാൻ. കാരണം എന്താ? ആത്യന്തികമായിട്ട് അധികാരത്തിൻ്റെ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ CPM ഇങ്ങനെ നിൽക്കുന്നത്? CPM കേരളത്തിലെ ഭരണ പാർട്ടിയാണ്. ആ ഭരണ പാർട്ടിയെ പിടിച്ച് കുലുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. സ്വാഭാവികമായിട്ടും ഇവിടെ BJPയുടെ ഈ കേന്ദ്ര ഭരണാധികാരത്തിൻ്റെ പുറത്ത് ഈ കുലുക്കൽ എന്ന് പറയുന്നത് കുറേ കൂടി ശക്തിപ്പെടും. ആ ശക്തിപ്പെടലാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് അവിടെയുണ്ട്. മനസ്സിലായില്ലേ? ജയിച്ചില്ലെങ്കിലും ഞങ്ങൾ കുലുക്കും എന്ന് പറയുന്നത് അതെ, അത് കോൺഫിഡൻസിൻ്റെ വാചകമാണെന്ന് വിചാരിക്കാം. മനസ്സിലായില്ലേ? പക്ഷേ ജയിച്ചില്ലെങ്കിലും നിങ്ങളെ കുലുക്കും എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. ശരിക്കും പറയും ജയിക്കും എന്നുള്ള ഒരു ഉറപ്പിലേക്ക് അദ്ദേഹത്തിന് എത്താനായിട്ട് കഴിയുന്നില്ല. അതൊരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് റെട്ടോറിക്കായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട പ്രതികരിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഉയർന്ന വോട്ടിലേക്ക് അടുത്ത തവണ എത്തുക. അതിനുശേഷം അടുത്ത തവണ എത്തുമ്പോഴേക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിജയത്തിലേക്ക് എത്താം. അങ്ങനെ നിരന്തരമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കുന്ന ഒരു ക്യാരക്ടർ അദ്ദേഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റ് 2 സ്ഥലത്തും ആ തരത്തിലുള്ള ഒരു സാധ്യത പോലും ഞാൻ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. കാരണം അവിടെ തന്നെ അയാൾ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. BJP യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു വലിയൊരു സീറ്റ് നേടണമെങ്കിൽ ഏത് രീതിയിലുള്ള പ്രവർത്തനം അവർ നടത്തണം? അല്ല, കേരളത്തിൽ നിലനിൽക്കുന്ന കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചറുണ്ട്. ആ പൊളിറ്റിക്കൽ കൾച്ചർ കുറേശ്ശെ ഡൈല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ കൃത്യമായ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് രൂപപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് അത് ആ പാർട്ടിക്ക് ഇപ്പോൾ വളരെയധികം കുറഞ്ഞ് അതൊരാൾക്കൂട്ട് പാർട്ടിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആൾക്കൂട്ട് പാർട്ടിയിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ഈ ട്രാൻസിഷൻ സംക്രമണം എന്ന് പറയുന്ന അധികാര സംക്രമണത്തിൻ്റെ സമയമായി സാധ്യതയായി എന്ന തോന്നൽ വേണമെങ്കിൽ ഉണ്ടാകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യാം? മാറാം. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ്സിൽ നിന്ന് പല ആളുകളെയും നടത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പത്മജയെ നടത്തി, പിന്നെ പത്മ തോമസിനെ നടത്തി. അങ്ങനെ പല ആളുകളെയും, പലരും ചെറുമീനുകളായിരിക്കാം. പക്ഷേ ചെറുമീനുകളാണെങ്കിലും മീനുകളാണത്. അതിനൊക്കെ ഇങ്ങനെ പറക്കി കൂട്ടി കുറേ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യാം? അത് വലിയൊരു ജലാശയമായിട്ട് അതിനെ വികസിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. ആ തന്ത്രമാണ് അവർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കൊല്ലം കൊണ്ട് ഒന്നും ഇത് ഈ അട്ടിമറി സാധ്യമല്ല എന്നറിയാം. നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. കേന്ദ്രത്തിൽ ഭരണം ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന്, അത് പ്രത്യേകിച്ച് ഭരണം നഷ്ടപ്പെടും എന്ന് കണക്കാക്കപ്പെടുന്നതായിട്ടുള്ള പാർട്ടിയിൽ നിന്ന് ആളുകളെ കുറേശ്ശെ എന്ത് ചെയ്യാം? മൂർത്തിയെടുക്കാനായിട്ട് കഴിയും.
അങ്ങനെ വളർന്നു വരാം. കാരണം BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് വരാൻ പറ്റുന്ന കേരളത്തിലെ ഒരാൾക്കൂട്ടം ഉണ്ടല്ലോ, ആ ആൾക്കൂട്ടത്തിന് ആൾറെഡി BJP സ്വാംശീകരിച്ച് കഴിഞ്ഞു. ഇനി മറ്റ് പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിൻ്റെ കൂടെ കൂടിയാൽ മാത്രമാണ് ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ എനർജി ബാരിയറിനെ മറികടന്ന് അധികാരത്തിലേക്കും ഭരണത്തിലേക്കും എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ. അതിനുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ട്രാറ്റജിക് മൂവ് നടത്തുന്ന ഒരു പാർട്ടി ഇപ്പോൾ കേരളത്തിലും അതേപോലെ ഇന്ത്യയിലും BJP തന്നെയാണ്. മറ്റവരുടെ സ്ട്രാറ്റജി ഇപ്പോൾ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉണ്ടായിരുന്ന സമയത്ത് CPMൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ മാത്രം ആ സ്ട്രാറ്റജി അവർ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമാണ് ബാക്കിയുള്ളവർ അറിയുള്ളൂ. അങ്ങനെ അറിയുന്ന സമയത്ത് അവർ ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സദാം ഹുസൈൻ പോലും കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് വിജയിക്കാനായിട്ടുള്ള ഒരു സൂചകമായിട്ട് അവർക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞു. അതൊക്കെ അങ്ങനത്തെ സ്ട്രാറ്റജിക് ലീഡേഴ്സ് പക്ഷേ ഇപ്പോൾ CPMൽ ഇല്ല ശരിക്കും പറഞ്ഞു. എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതി ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നമുക്ക് കാത്തിരിക്കാം. ഇത്രയൊക്കെ അല്ല, തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളുടെ വലിയ ഉത്സവമാണ്. തോറ്റാലും ജയിച്ചാലും ആളുകൾ അത്രമാത്രം തിമിർത്ത് ആഘോഷിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.